ഷാഫി പാർട്ടിയിൽ ഒറ്റപ്പെടുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഏറെ പ്രസക്തിയുള്ളൊരു സമയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ ഒരു പതനം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും അതല്ലെങ്കിൽ തന്നെ പ്രതിരോധത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ഷാഫി പറമ്പിലിനെ തന്നെയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരുന്നു. പക്ഷെ ആ നിർദ്ദേശത്തെ പോലും തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള അത്രയും ശക്തനായിരുന്നു ഷാഫി പറമ്പിൽ പാർട്ടിക്കുള്ളിൽ എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് എത്ര ചെറുപ്പക്കാരെയാണ് ഷാഫി പറമ്പിൽ വെറുപ്പിച്ചിട്ടുള്ളത്. പാർട്ടിയിൽ അധികാരം ആരുടെ കൈകളിലാണോ അവർക്കൊപ്പമേ അയാൾ നിൽക്കത്തുള്ളൂ. പിന്നെ ആരുണ്ട് ഷാഫിയെ പിന്തുണയ്ക്കാനായിട്ട്? അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ കോൺഗ്രസിനകത്ത് ഒറ്റപ്പെടുകയാണ്. നമസ്കാരം. ഷാഫി പറമ്പിലിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ഏകദേശം കാര്യമൊക്കെ തീരുമാനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പാർട്ടിയിൽ ഷാഫി ഒറ്റപ്പെടാൻ സാധ്യതയുണ്ടോ? ഷാഫി പാർട്ടിയിൽ ഒറ്റപ്പെടുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഏറെ പ്രസക്തിയുള്ളൊരു സമയമാണ്. കാരണം ഷാഫിയെ സംബന്ധിച്ചിട്ട് ശക്തിയും ബലവും ആത്മാവും ശരീരവും എല്ലാമായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ ഒരു പതനം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും അതല്ലെങ്കിൽ തന്നെ പ്രതിരോധത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ഷാഫി പറമ്പിലിനെ തന്നെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിരുന്നു. പക്ഷെ ആ നിർദ്ദേശത്തെ പോലും തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള അത്രയും ശക്തനായിരുന്നു ഷാഫി പറമ്പിൽ പാർട്ടിക്കുള്ളിൽ എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. മുൻ KPCC പ്രസിഡന്റുമാരായിട്ടുള്ള K മുരളീധരൻ, മുൻ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, നിലവിലത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, കാസർഗോഡ് MP ആയിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതുകൂടാതെ വനിതാ നേതാക്കന്മാരായിട്ടുള്ള ഉമാ തോമസ്, ഷാനിമോൾ ഉസ്മാൻ, ഷമാ മുഹമ്മദ്, പിന്നെ RMP നേതാവായിട്ടുള്ള KK രമ, ഇങ്ങനെ നിരവധി നേതാക്കന്മാർ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടും ഇന്ന് കോടതി വിധി വരുന്നതിന് ശേഷം അതെങ്ങനെയാണോ അതിനനുസരിച്ച് മതി, അതായത് ജാമ്യം ലഭിക്കാതിരുന്നാൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയാൽ മതി എന്ന നിലപാട് സ്വീകരിച്ച ആളുടെ പേരാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. ഈ ഷാഫി പറമ്പിൽ ഇനി പാർട്ടിയിൽ ഒറ്റപ്പെടുമോ എന്ന് ചോദിക്കുന്നത് വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. ഇത്രയും സീനിയറായ നേതാക്കന്മാരെ ഒക്കെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു വിലയും കൽപ്പിക്കാത്ത ഷാഫി പറമ്പിലിൻ്റെ വരും നാളുകൾ ഏറെ വിഷമതകൾ നിറഞ്ഞതായിരിക്കും എന്ന കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവും വേണ്ട. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് എത്ര ചെറുപ്പക്കാരെയാണ് ഷാഫി പറമ്പിൽ വെറുപ്പിച്ചിട്ടുള്ളത്. P സരീൻ ഇപ്പൊ പാലക്കാട് പോലെയുള്ള ഒരു സീറ്റ്, അവിടെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം പോയി മത്സരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അവിടെ പാലക്കാട് ജില്ലയിൽ തന്നെ പെട്ടിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. പാലക്കാട് ജില്ലാ UDFന്റെ ചെയർമാനായിട്ടുള്ള ഒരു, ഞാനതിൻ്റെ പേര് മുഴുവനായിട്ട് ഓർക്കുന്നില്ല, ഒരു ബാലൻ അങ്ങനത്തെ ഒരു പേരുള്ള ഒരാളുണ്ട്. അദ്ദേഹമൊക്കെ അവിടെ സ്ഥാനാർത്ഥിത്വത്തിന് അർഹരായിരുന്നു. പക്ഷെ അവർക്കൊന്നും സീറ്റ് നൽകാതെ, P സരിന് സീറ്റ് നൽകാതെ, മീഡിയ സെല്ലിന്റെ കൺവീനറായിരുന്നു P സരിൻ. ഈ P സരിൻ പാലക്കാട് ജില്ലയിൽപ്പെട്ട ആളുകൂടിയാണ്. അദ്ദേഹത്തിന് സീറ്റ് നൽകാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു അനുയായി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പിൻഗാമി എന്നുള്ള രീതിയിൽ പത്തനംതിട്ട ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് കൊണ്ടുപോയി മത്സരിപ്പിച്ചു. അത് തന്നെയാണ് ഷാഫി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഷാഫിയെ സംബന്ധിച്ച് അന്ന് ഷാഫിയോട് ബെന്നി ബെഹനാനെ പോലെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ, ഷാഫിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള PC വിശ്വനാഥ് MLA പോലെയുള്ള നേതാക്കന്മാർ ഒക്കെ പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാരണവശാലും പാലക്കാട് സീറ്റ് നൽകരുത് എന്ന്. പക്ഷേ അതിനെ ഒന്നും ഗൗനിക്കാതെ, അതൊന്ന് കണക്കിലെടുക്കാതെ ഷാഫിയുടെ ഒരൊറ്റ കടുംപിടുത്തത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കൊടുത്തത്. അതാണ് ഷാഫി പറമ്പിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു ഏക തെറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ KM അഭിജിത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെറുപ്പക്കാരനാണ്. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ KM അഭിജിത്തിനെ എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാൻ സാധിക്കും. എന്നാൽ KSUവിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. യാതൊരുവിധ പേരുദോഷവും കേൾപ്പിക്കാത്തൊരു ചെറുപ്പക്കാരനാണ്. ഈ KM അഭിജിത്ത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പരാതികൾ ഈ KM അഭിജിത്തിന് കിട്ടിയിട്ടുണ്ട്. KM അഭിജിത്ത് ഇതൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്തുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കൃത്യമായ ബോധ്യത്തിൻ്റെയും ധാരണയുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളിത് പറയുന്നത്. അതല്ലെങ്കിൽ KM അഭിജിത്ത് നിഷേധിക്കട്ടെ. ഷാഫി പറമ്പിലിന് KM അഭിജിത്തിനെ പോലെയുള്ള ഒരു നല്ല ചെറുപ്പക്കാരനെ കൂട്ടത്തിൽ കൂട്ടാമായിരുന്നു, തൻ്റെ സന്തത സഹചാരിയായിട്ട്, പിൻഗാമിയായിട്ട് ഒക്കെ. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെത് മാത്രമായൊരു സുഹൃത്തായിട്ട് അങ്ങനെ ഒരാളെ ഒന്നും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. KM അഭിജിത്ത് ഉണ്ടായിരുന്നു. ഇപ്പം KM അഭിജിത്തൊക്കെ ഇനി ഈ പറഞ്ഞ ഷാഫി പറമ്പിലിൻ്റെ കൂടെ നിൽക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
നിൽക്കാനായിട്ടുള്ള സാധ്യതയുമില്ല. കാരണം യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരാൻ യോഗ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കെ എം അഭിജിത്താണ്. ഈ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ KSU പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്തത് KSU പ്രസിഡന്റ് ആയിട്ടിരുന്നയാള് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് പരമ്പരാഗതമായിട്ട് ഇതിങ്ങനെയാണ് പോന്നിട്ടുള്ളത്. ഇപ്പൊ നോക്കൂ, KSUവിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഹൈബി പിന്നീട് KSUവിന്റെ നാഷണൽ പ്രസിഡന്റ് ആയി, പക്ഷെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ല. അതിനു മുമ്പുള്ള ഈ പറയുന്ന ഷാഫി പറമ്പിൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷമാണ് ഷാഫി പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നത്. ഇതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. PC വിഷ്ണുനാഥും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യം കിടക്കുന്ന സമയത്താണ് KM അഭിജിത്തിനെ പോലെയുള്ള ഒരാൾക്ക് പോലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കാത്ത OJ ജനീഷ് എന്ന് പറയുന്ന തൃശ്ശൂരുള്ള ആ ചെറുപ്പക്കാരനെതിരെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ആ ചെറുപ്പക്കാരനാക്കിയിട്ടുള്ളത്. പക്ഷെ ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിട്ട് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് സ്നേഹം പാർട്ടിയോടാണ്, വ്യക്തിയോടല്ല. പാർട്ടിയിൽ അധികാരം ആരുടെ കൈകളിലാണോ അവർക്കൊപ്പമേ അയാൾ നിൽക്കത്തുള്ളൂ. ആര്? ഈ OJ ജനീഷ് നിൽക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും OJ ജനീഷിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് KC വേണുഗോപാലിന്റെ ഗ്രൂപ്പാണ്. പക്ഷെ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്റെ ഗ്രൂപ്പിൽ നിന്നാവേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അതേസമയം തന്നെ OJ ജനീഷ് രമേശ് ചെന്നിത്തലയുമായിട്ട് അടുത്ത ബന്ധമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നമ്മൾ കണക്കിലാക്കേണ്ടേ. പിന്നെ അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി ആക്കി ദേശീയ തലത്തിലേക്കൊക്കെ വിട്ടു. പക്ഷേ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കൃത്യമായിട്ട് സ്പേസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു നല്ല ചെറുപ്പക്കാരനാണ് അബിൻ വർക്കി എന്ന് പറയുന്നത്. ഈ അബിൻ വർക്കിയെ കഴിഞ്ഞൊരു മാസമായിട്ട് നമ്മൾ ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നുണ്ടോ? അത് തന്നെ ഏറ്റവും വലിയ പിഴവല്ലേ. എല്ലാ ദിവസവും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന കൃത്യമായിട്ട് കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ UDFന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റിനെ ദേശീയ സെക്രട്ടറി ആക്കി മാറ്റുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. 2 വർഷം മുമ്പ് ഈ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് നിരാകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്ന വ്യക്തിയാണ് അബിൻ വർക്കി. ആ അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി ആക്കി വിട്ടു. തീർച്ചയായിട്ടും തഴഞ്ഞതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ അബിൻ വർക്കി ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഈ ഷാഫിയെ പിന്തുണയ്ക്കുമോ? പിന്നെ ആരുണ്ട് ഷാഫിയെ പിന്തുണയ്ക്കാനായിട്ട്? നമുക്കിതൊരു കഥയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിയും രാഹുലും ആർത്തുല്ലസിച്ച് നടന്നു പോവുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം രാഹുൽ താഴേക്ക് വീഴുന്ന രാഹുലിനെ പിടിക്കാൻ വേണ്ടി ഷാഫി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ആണ് ഷാഫിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തൻ്റെ പിന്നിൽ ആരുമില്ല എന്നുള്ള സത്യം. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ആർക്കും താരമാകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഷാഫി പറമ്പിലിനെതിരെ ഇന്നേ വരെ ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇടാത്ത കോൺഗ്രസ് പ്രവർത്തകർ എത്ര നിശിതമായിട്ടാണ് ഷാഫി പറമ്പിലിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നെഗറ്റീവ് കമന്റുകളാണ് ഷാഫി പറമ്പിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതം മതിയായിരുന്നു. ഒരു രാത്രി ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത്? ഷാഫി പറമ്പിൽ എന്ന വ്യക്തിക്കെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ തിരിയുന്നൊരവസ്ഥ ഉണ്ടായില്ലേ? ഇതുപോലൊരു കൊടും ക്രിമിനലായിട്ടുള്ള, ഇതുപോലത്തെ ഒരു റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു മാനസിക രോഗിയെ പ്രൊട്ടക്ട് ചെയ്തതിന്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിന്, MLA ആക്കിയതിന് ഷാഫി പറമ്പിൽ ഉത്തരം പറയേണ്ടതല്ലേ? ഇനി ഷാഫിയുടെ കൂടെ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരൊറ്റ ഉത്തരവേ പറയാനുള്ളൂ. ഷാഫിയുടെ കൂടെ ഇനി ആരും ഉണ്ടാവില്ല. ഈ പറഞ്ഞ മുതിർന്ന ഒരു നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ടറായിട്ട് നിൽക്കത്തില്ല. ഈ VD സതീശനെതിരെ ഇവരുടെ സൈബർ പടയെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്താണ് ഇവർക്ക് എന്തോ വലിയ ജനപിന്തുണ ഉണ്ട് എന്ന് കണ്ടിട്ടാണ് KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തെയും അതോടൊപ്പം തന്നെ ഷാഫിയെയും അക്കോമഡേറ്റ് ചെയ്തത്. പക്ഷേ ഇവർ ഇന്ന് കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഈ ഒരു ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഇവരെ ഉൾക്കൊള്ളാനായിട്ട്, അതായത് ഈ പറഞ്ഞ ഷാഫി പറമ്പിലിനെ ഉൾപ്പെടെ ഉൾക്കൊള്ളാനായിട്ട് ഇനി KC വേണുഗോപാൽ തയ്യാറാവുമോ? ഇനി ഷാഫിക്കെതിരെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഷാഫിയുടെ അറിവോടുകൂടി തന്നെയാണ്. ഷാഫി അറിയാതെ രാഹുൽ ഒരു ഇല പോലും അനക്കില്ല എന്നാണ് അവരെ അറിയാവുന്ന ആളുകൾ പറയുന്നത്. പിന്നെ ഷാഫി പറമ്പിലൂടെ ആരാണെന്നേ ഉള്ളത്? ഒരു നേമം ഷജീറോ? അദ്ദേഹത്തെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? സമരങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സമര പോരാളിയാണ് നേമം ഷജീർ, സമ്മതിക്കുന്നു. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് കാസർഗോഡുള്ള ഒരു ജോമോനുണ്ട്. ഇവരെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ജോമോനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ നിലനിൽക്കുന്നു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ജോബിനുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ജോമോന് മേലെ ഒരുപാട് വലിയ ആക്ഷേപങ്ങളുണ്ട്. നമ്മളിതെല്ലാം കൂടെ എടുത്ത് പുറത്തേക്ക് ഇടാത്തതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം ഷാഫിയെയും യൂത്ത് കോൺഗ്രസിനെയും അറ്റാക്ക് ചെയ്യുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അതല്ല എങ്കിൽ ജോബിൻ എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പുകാരനുമായാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തയാളാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോമോൻ എന്ന് പറയുന്നയാള്. ഇവർ തമ്മിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങൾ, തട്ടിപ്പുകൾ ഇതൊക്കെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ പിന്നെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് തപ്പിത്തടഞ്ഞാൽ പോലും കിട്ടാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് ഷാഫി പറമ്പിൽ കോൺഗ്രസിനകത്ത് ഒറ്റപ്പെടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ചയോടുകൂടി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന സൈക്കോപാത്തിന്റെ പ്രൊട്ടക്ടർ ആവാൻ പോയതിൻ്റെ പേരിൽ ഷാഫി പറമ്പിൽ എന്ന നല്ല രാഷ്ട്രീയക്കാരൻ എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് എന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയം വേണ്ട.